ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽമേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി തീർക്കുന്ന മനുഷ്യമതിലിന് LDF കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. ഉയരപാത നിർമ്മിക്കണമെന്നാണ് എന്നും LDF ആവശ്യപ്പെട്ടിരുന്നതെന്നും കായംകുളം MLAയും മുൻ MPയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും സങ്കുചിത ലക്ഷ്യത്തോടെ ചിലർ എതിർ പ്രചരണം നിരന്തരം നടത്തിയിരുന്നുവെന്നും മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളം ടെക്സ്പോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി വരെയുള്ള ഭാഗത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി ആഗസ്റ്റ് 1 നടത്തുന്ന മനുഷ്യമതിലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി LDF കായംകുളം മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മനുഷ്യമതിൽ വൻ വിജയമാക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്നും LDF ഘടകകക്ഷി നേതാക്കൾ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമെന്നും LDF കൺവീനർ അഡ്വക്കേറ്റ് ഷാജഹാൻ അറിയിച്ചു. നിലവിലെ പ്ലാൻ പ്രകാരം മണ്ണിട്ട് ദേശീയപാത ഉയർത്തിയാൽ നഗരം രണ്ടായി വേർതിരിക്കപ്പെടും. ഒരു വലിയ പ്രദേശം പരസ്പര ബന്ധമില്ലാതെ മുറിഞ്ഞു മാറുന്ന സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. ഇവിടെയുള്ള ജനങ്ങൾ അയൽബന്ധത്തിന് വേണ്ടി പോലും ദീർഘദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകും. വ്യാപാരികളും കഷ്ടതയിലാകും. കാൽനടയായി വരുന്ന വിദ്യാർത്ഥികൾക്കും റോഡ് മുറിച്ചു കടക്കാൻ ഏറെ നേരം സഞ്ചരിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ വാഹന ഗതാഗതമുള്ള കോളേജ് ജംഗ്ഷനിൽ തടസ്സങ്ങൾ ഏറെയുണ്ടാകും. അവിടെ നിർമ്മിക്കുമെന്ന് പറയുന്ന അടിപ്പാത ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയേ ചെയ്യുകയുള്ളൂവെന്നും വിദഗ്ധർ പറഞ്ഞതായും LDF കായംകുളം നിയോജക മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അതിപുരാതനവും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ കായംകുളം നഗരത്തിന്റെയും പടിഞ്ഞാറുള്ള വിശാലമായ പ്രദേശത്തിന്റെയും വികസന സ്വപ്നങ്ങളെ തകർക്കുന്നതാണ് നിലവിലെ പദ്ധതിയെന്നും അവർ പറഞ്ഞു. ഇത് മാറ്റി ഉയരപാത നിർമ്മിക്കണമെന്നാണ് LDFന്റെ നിലപാട്. കായംകുളം MLAയും മുൻ MPയും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ സങ്കുചിത ലക്ഷ്യത്തോടെ ചിലർ എതിർപ്രചരണം നിരന്തരം നടത്തുകയായിരുന്നുവെന്നും എല്ലാ കാലത്തും ഉയരപാത വേണമെന്ന നിലപാടിൽ LDF ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.